യേശുക്രിസ്തുവിന്റെ കാര്യത്തിലുള്ള വലിയ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ അവന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള നിരവധിയായ പ്രവചനങ്ങളാണ്. ബൈബിൾ പഴയ നിയമത്തിലാണ് യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തില് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഏതാണ്ട് 40ഓളം വ്യക്തമായ പ്രവചനങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ബൈബിൾ പഴയ നിയമവും അതുപോലെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടിരുന്നു. ഇതിന് ചില പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യവംശം ഉത്ഭവിച്ചത് ആദം, ഹൗവ എന്നീ ഏക മാതാപിതാക്കളിൽ നിന്നാണ്. ആദത്തെയും ഹവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു. അതിനുശേഷം അവരെ ഫലസമൃദ്ധമായ ഏദൻ തോട്ടത്തിൽ ആക്കി. എന്നാൽ സാത്താന്റെ, അതായത് പിശാചിന്റെ പ്രേരണയ്ക്ക് വശപ്പെട്ട് ആദി മാതാപിതാക്കൾ ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് പാപം ചെയ്തു. ഇതോടെ ദൈവിക ചൈതന്യം അവർക്ക് നഷ്ടമായി. മാത്രമല്ല, അവരുടെ സന്തതി പരമ്പരകളും ദൈവിക ചൈതന്യമില്ലാതെ ജനിക്കുവാൻ ഇടവന്നു. ഇതിനും പുറമെ ദൈവത്തിന്റെ വാക്ക് നിരസിച്ച് സാത്താന്റെ വാക്ക് തെരഞ്ഞെടുത്തതിനാൽ ആദി മാതാപിതാക്കളുടെ മേലും തുടർന്ന് മനുഷ്യവംശം മുഴുവന്റെ മേലും സാത്താന്, പിശാചിന് ഒരു ആധിപത്യം കൈവരികയും ചെയ്തു. ഇനി ദൈവത്തിന്റെ നിയമമനുസരിച്ച് മനുഷ്യവംശത്തെ പാപത്തിന്റെയും സാത്താന്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഒരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നു. ഈ രക്ഷകനാണ് ക്രിസ്തു. ആദ്യ പാപത്തെ തുടർന്ന് ദൈവം ആദത്തെയും ഹവ്വായെയും ശിക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാത്താനെയും ശിക്ഷിക്കുന്നുണ്ട്. ഈ പിശാചിനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം അരുൾ ചെയ്യുന്ന വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഉൽപ്പത്തി പുസ്തകം 3:15 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ക്രിസ്തു ആണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലും തുടർന്ന് പഴയ നിയമത്തിലെ മറ്റ് പല പുസ്തകങ്ങളിലും നമുക്ക് വംശാവലികൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും യേശുവിന്റെ പൂർവികരുടെ ലിസ്റ്റ് നിരത്തിക്കൊണ്ടുള്ള വംശാവലികൾ ഉണ്ട്. ഈ ബൈബിളിലെ വംശാവലികൾക്ക് ഒരു സവിശേഷതയുണ്ട്. അതായത്, ഒരാൾ ഇന്നയാളുടെ സന്തതി ആയി ജനിച്ചു എന്ന് പറയേണ്ടി വരുമ്പോൾ അപ്പന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേരാണ് നൽകാറുള്ളത്. അതല്ലെങ്കിൽ ഇന്ന പുരുഷന് ഇന്ന സ്ത്രീയിൽ ജനിച്ച പുത്രൻ, പുത്രി എന്ന് പറയും. അതല്ലാതെ ഒരാൾ ഇന്നയാളുടെ സന്തതിയായി പിറന്നു എന്ന് പറയേണ്ടി വരുമ്പോൾ അപ്പന്റെ പേര് ചേർക്കാതെ അമ്മയുടെ പേര് മാത്രമായി ഉപയോഗിക്കുന്ന രീതി ബൈബിളിലെ വംശാവലികളിൽ ഇല്ല. എന്നാൽ നമ്മൾ ഉൽപ്പത്തി 3:15 വരുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീയുടെ സന്തതി എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു കന്യകയിൽ നിന്ന് മാത്രമായിട്ടുള്ള യേശുവിന്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി 3:15 ആ പ്രവചനപ്രകാരം മനുഷ്യവംശത്തിന് ഒരു രക്ഷകൻ വരും എന്നുള്ള പ്രതീക്ഷ മാനവ ചരിത്രത്തിന്റെ ആരംഭം മുതലേ നിലനിന്നിരുന്നതായി നമ്മൾ ബൈബിളിൽ കാണുന്നു. ആദത്തിന്റെയും ഹവ്വായുടെയും കാലം കഴിഞ്ഞു കുറെ തലമുറകൾ കടന്നുപോയി. അപ്പോൾ ദൈവം അബ്രഹാം എന്ന വ്യക്തിയെ പ്രത്യേകമായി വിളിച്ചു ബന്ധുജനങ്ങളിൽ നിന്ന് അവനെ വേർതിരിച്ചു.
അബ്രാഹത്തിന്റെ ഭാര്യ ആണ് സാറ. വാർദ്ധക്യത്തിൽ അവർക്കുണ്ടായ പുത്രനാണ് ഇസഹാക്ക്. ഈ ഇസഹാക്കിനെ തനിക്ക് ദഹനബലിയായി അർപ്പിക്കണമെന്ന് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു. അബ്രാഹം അതിന് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷത്തിൽ, അതായത് കുട്ടിയുടെ മേൽ കത്തി വയ്ക്കുവാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ദൈവം അബ്രാഹത്തെ ഇതിൽ നിന്ന് തടഞ്ഞു. അതിനുശേഷം അബ്രാഹത്തോട് ദൈവം പറയുന്ന വചനം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെ ദൈവം അബ്രാഹത്തോട് പറയുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന്. അപ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ്. അബ്രാഹത്തിന്റെ പുത്രനാണ് ഇസഹാക്ക്. ഇതിനു പുറമെ ഹാഗാർ എന്ന സ്ത്രീയിൽ അബ്രാഹത്തിന് ഇസ്മായേൽ എന്നു പേരുള്ള മറ്റൊരു പുത്രനും ഉണ്ടായിരുന്നു. സാറായുടെ മരണശേഷം അബ്രഹാം കെത്തൂറ എന്നു പേരുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവളിൽ അബ്രാഹത്തിന് 6 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, ഞാൻ ഇസ്ഹാക്കിനെയാണ് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന കാര്യം. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അപ്പോൾ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇസ്ഹാക്കിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ്. ഇസ്ഹാക്കിന്റെ ഭാര്യ ആണ് റെബേക്ക. റെബേക്ക ഗർഭം ധരിച്ചു. ഉദരത്തിൽ ഉണ്ടായത് ഇരട്ട കുട്ടികളാണ്. ഈ കുട്ടികള് റെബേക്കയുടെ ഉദരത്തിൽ കിടന്ന് മല്ലു പിടിച്ചു. അപ്പോൾ കുറച്ച് വ്യസനത്തോടെ റെബേക്ക കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. ഇവിടെ ദൈവം പറയുന്നത് മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും എന്നാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂത്തവനെയല്ല, ഇളയവനെയാണ്. റെബേക്കയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് ഏസാവ് ആണ്. അതുകൊണ്ടാണ് അവനെ മൂത്തവൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് പുറത്തു വന്നത് യാക്കോബ് ആണ്. അതുകൊണ്ട് അവനെ ബൈബിൾ ഇളയവൻ എന്നും വിളിക്കുന്നു. അപ്പോൾ റെബേക്കയോട് ദൈവം അരുളി ചെയ്തതനുസരിച്ച് ഈ യാക്കോബിനെയാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് യാക്കോബിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ്. യാക്കോബിന് 12 പുത്രന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ജൂദ. യാക്കോബ് വൃദ്ധനായി മരിക്കാറായപ്പോൾ തന്റെ 12 പുത്രന്മാരെയും അടുത്ത് വിളിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ യൂദായിക്ക് കൊടുക്കുന്ന ആ അനുഗ്രഹം അത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ചെങ്കോൽ യൂദായെ വിട്ടു പോകുകയില്ല. അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അതായത് യാക്കോബ് തന്റെ 12 പുത്രന്മാരെയും അനുഗ്രഹിച്ചു എങ്കിലും നിന്റെ സന്തതിയായി മഹാനായ ഒരുവൻ ജനിക്കും എന്ന് അർത്ഥം വരുന്ന അനുഗ്രഹം യൂദായിക്ക് മാത്രമാണ് നൽകുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് യൂദായുടെ സന്തതി പരമ്പരയിൽ നിന്നാണ്. യാക്കോബിന്റെ 12 പുത്രന്മാർ അവര് കുടുംബസമേതം ഈജിപ്തിൽ വന്ന് താമസമാക്കി. അവിടെ അവര് ഒരു ജനതയായി വർത്തിച്ചു. എന്നാൽ ഈജിപ്തുകാര് അവരെ അടിമകളാക്കി, അടിമവേല ചെയ്യിപ്പിച്ചു. അങ്ങനെ 400 വർഷക്കാലം ഈ യാക്കോബിന്റെ പുത്രന്മാർ സന്തതി പരമ്പര, അവരെ നമ്മൾ ഇസ്രായേൽക്കാർ എന്നാണ് വിളിക്കുന്നത്, അവര് ഈജിപ്തില് അടിമകളായിരുന്നു. അതിനുശേഷം മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക്, അതായത് ഇന്നത്തെ ഇസ്രായേൽ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. കാനാൻ ദേശം കൈയടക്കി അവര് അവിടെ താമസമാക്കുകയും ചെയ്തു. ആദ്യം ന്യായാധിപന്മാരും പിന്നെ രാജാക്കന്മാരും അവരെ ഭരിച്ചു.
ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവ് ഈ യൂദായുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ജസയുടെ പുത്രനായ ദാവീദ് ആയിരുന്നു. ദാവീദിന്റെ പുത്രനാണ് സോളമൻ. സോളമന്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം യൂദ, ഇസ്രായേൽ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു. യൂദ രാജ്യത്തില് തുടർന്ന് ഭരണം നടത്തിയത് ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു: ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോൾ ഈ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: ഈ രക്ഷകൻ ജനിക്കാൻ പോകുന്നത് ഈ യൂദായുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ജസയുടെ ഒരു സന്തതി ആയിട്ടാണ് എന്നുള്ള കാര്യം. ജസയ്ക്ക് 8 പുത്രന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഇളയവനാണ് ദാവീദ്. ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കുക: ഇതാ, ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. ഈ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ദാവീദിന്റെ സന്തതി ആയിട്ടാണ് ജനിക്കാൻ പോകുന്നത്. ദാവീദ് രാജാവിന്റെ കാലം കഴിഞ്ഞു, കുറെ തലമുറകൾ കടന്നുപോയി, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു. ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ജോസഫ് മറിയം എന്ന കന്യകയെ വിവാഹം ചെയ്തു. അപ്പോൾ മറിയം ജോസഫിന്റെ കുടുംബത്തിൽപ്പെട്ടവളായി മാറി. ഈ മറിയത്തിൽ നിന്ന് പുരുഷ സംസർഗം കൂടാതെ തന്നെ യേശു ഗർഭം ധരിക്കപ്പെട്ടു, ജനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ദാവീദിന്റെ സന്തതി പരമ്പരയിൽ യേശു ജനിക്കും എന്നുള്ള ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം വളരെ ചുരുക്കി ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. അതായത്, ആദി മാതാപിതാക്കളുടെ കാലത്ത് തന്നെ ദൈവം മനുഷ്യവംശത്തിന് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. കുറെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഈ രക്ഷകൻ അബ്രാഹത്തിന്റെ സന്തതിയായിട്ടാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ ഈ അബ്രാഹത്തിന്റെ മക്കളിൽ തന്നെ ഇസ്ഹാക്കിന്റെ സന്തതിയായിട്ടാണ് ജനിക്കാൻ പോകുന്നത് എന്ന് വെളിപ്പെടുത്തി. തുടർന്ന് ഈ ഇസ്ഹാക്കിന്റെ മക്കളിൽ തന്നെ യാക്കോബിന്റെ പുത്രനായിട്ടാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന് ദൈവം അരുളി ചെയ്തു. അതിനെ തുടർന്ന് ഈ യാക്കോബിന്റെ മക്കളിൽ തന്നെ യൂദായുടെ സന്തതിയായിട്ടാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തി. ഇനി യൂദായുടെ സന്തതി പരമ്പരയിൽ ജസയുടെ പുത്രനായിട്ടാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നതെന്ന് കുറെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി. തുടർന്ന് ഈ ജസയുടെ മക്കളിൽ തന്നെ ദാവീദിന്റെ സന്തതിയായിട്ടാണ് രക്ഷകൻ ജനിക്കാൻ പോകുന്നത് എന്നും ദൈവം അരുളി ചെയ്തു. ഇങ്ങനെ നമ്മൾ ഈ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം പ്രത്യേകമായി ഇടപെട്ട് ഈ രക്ഷകൻ ഏത് റൂട്ടിലാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫിന്റെ കുടുംബത്തില് യേശു ജനിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രവചനം പൂർത്തിയായി. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കുക: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി.